എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ നടുക്കടലാണ് കാണിക്കുന്നത്. ആ കടലിൽ തന്നെ ബോട്ട് നടുക്കൊതുക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബോട്ടിൽ ഹീറോ ഹീറോയിൻ അവരുടെ 3 മക്കളും ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, മക്കൾ കാണാതെ ഹീറോയിനും റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹീറോയിൻ ആണെങ്കിൽ തുണി പറക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. തുണി പറക്കിയതിനു ശേഷം വീട്ടിൽ തിരിച്ചു വരുവാണ്. വീട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ 2 കുട്ടികളുണ്ട്, ആൺകുട്ടികളാണ്. അവരിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അത് മാത്രമല്ല, അവള് വന്നുടനെ തന്നെ അവിടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറൊന്നിന്റെ ലെറ്റർ അല്ല, അവരുടെ നാട്ടില് ചെറിയൊരു ദുരന്തം സംഭവിച്ചു, അതിനുവേണ്ടി സംഭാവന നൽകണം. പിന്നെ ഹീറോയിൻ ഒരു ഡെപ്യൂട്ടി ചീഫ് ആണല്ലോ, അതുകൊണ്ട് ഇച്ചിരി അധികം പൈസ അവൾ ആ പാക്കറ്റിൽ വെക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഹീറോയിന്റെ രണ്ടാമത്തെ മോൻ, അതായത് ഇളയ മോനാണെങ്കിൽ നടന്നു പോയിട്ട് അവിടെ ഒരു മുട്ടായി ക്യാൻ ഉണ്ടായിരുന്നു, അതെടുത്ത് തറ തള്ളിയിടുകയാണ്. ഇത് കാണുന്ന സമയത്ത് ഹീറോയിന് ദേഷ്യം വരികയാണ്. ഹീറോയിൻ ഓടിപ്പോയി തറയിൽ വീണ മുട്ടായി എല്ലാം പറക്കി ക്യാനിലിടുകയാണ്. ഇത് കാണുന്ന കൊച്ചു കുട്ടിയുണ്ടല്ലോ, അതായത് ഇളയ കുട്ടിയാണെങ്കിൽ അമ്മ എന്നെ കെട്ടിപ്പിടിക്കുന്നു പറഞ്ഞ് കരയുന്നുണ്ട്. ഹീറോയിൻ മുട്ടായി പറക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു കൊച്ചു പെൺകുട്ടി അങ്ങോട്ട് ഓടി വരികയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ മൂത്ത മോക്ക് എന്തോ പറ്റി, അവളാണെങ്കിൽ കാറ്റത്ത് സൈക്കിൾ ഓട്ടാൻ പോയതാണ്, ആക്സിഡന്റ് പറ്റിയെന്നൊക്കെ. ഇത് കേൾക്കുന്ന സമയത്ത് ഇളയ കുട്ടിയുണ്ടല്ലോ, അതായത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടീനെ നോക്കാതെ തന്നെ ഹീറോയിൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടുന്ന സമയത്ത് തന്നെ തൊട്ട് അയൽക്കാരിയുടെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, തൊട്ടടുത്തൊരു വീടുണ്ട്, അവിടുത്തെ അയൽക്കാരിയുടെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, എന്റെ 2 മക്കൾ അവിടെ ഒറ്റയ്ക്കാണ്, അവരൊന്ന് നോക്കിക്കോണം, നല്ല കാറ്റുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവള് പോണത്. അപ്പൊ അവര് കൈയെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ, നോക്കാന്ന് പറയുന്ന രീതിയിൽ. ഹീറോയിൻ പോയ ഉടനെയാണ് നമ്മളെ കാണിക്കുന്നത്, അതായത് ഈ അയൽക്കാരി ആണെങ്കിൽ TV കണ്ട് ഉറങ്ങിപ്പോയി, എന്തോ ഉറക്കപ്പിച്ചിലാണ് കൈയെടുത്ത് കാണിച്ചത്. ഇവരറിഞ്ഞിട്ടില്ല കുട്ടികൾ ഒറ്റയ്ക്കാന്നുള്ള കാര്യം. എന്തായാലും ഹീറോയിൻ ഓടിപ്പോയി മൂത്ത മോളെ കണ്ടുപിടിക്കുന്ന സമയത്ത് അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവളെ ചെറുതായിട്ടൊന്ന് ബൈക്ക് തട്ടിയതാണ് സൈക്കിളിൽ, വേറെ പ്രശ്നമൊന്നുമില്ല. അതുമാത്രമല്ല, ഈ കാറ്റത്ത് സൈക്കിൾ ഓട്ടാൻ പോയതിന് അവളെ വഴക്ക് പറയുന്നുണ്ട്. ഭയങ്കര വലിയ കാറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുന്നത്, കടലൊക്കെ ഇളകി മറിയുന്നുണ്ട്. എന്നിട്ടും അവൾ ഈ സമയത്ത് സൈക്കിൾ ഓട്ടാൻ പോയോണ്ട് തന്നെ ഹീറോയിൻ നല്ല വഴക്ക് പറയുന്നുണ്ട് അവളെ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് അയൽക്കാരിയെ കാണുന്നുണ്ട്. എന്നിട്ട് അയൽക്കാരിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ മക്കളെ നോക്കിയില്ല, ഇവിടെ എന്താ ചെയ്യുന്നത്, ഞാൻ വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞില്ലേ. ഇതൊക്കെ പറയുന്ന നേരത്ത് അയൽക്കാരിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, ഏത് മക്കളുടെ കാര്യം പറയുന്നത്, നിന്നെ ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെയാണ് അവര് ചോദിക്കുന്നത്. അവർ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് ഹീറോയിൻ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, നേരത്തെ കുട്ടികളെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ. എന്നാൽ ഇപ്പം ആ സ്ത്രീക്ക് ഇതൊന്നും ഓർമ്മയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ടുടനെ തന്നെ ഹീറോയിൻ ആണെങ്കിൽ ഓടിപ്പോവാണ് അവളുടെ വീട്ടിലോട്ട്. വീട്ടിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല, 2 മക്കളെയും കാണാനില്ല, വാതിലെല്ലാം തുറന്നു കിടക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് ഹീറോയിൻ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഹീറോയിൻ ഓടിപ്പോയിട്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ നോക്കുകയാണ്, അവിടെ അവരുടെ ഷൂവോ ചെരുപ്പോ ഒക്കെ ഉണ്ടോന്ന്. അപ്പൊ നോക്കുന്ന സമയത്ത് 2 പേരുടെ ചെരുപ്പും അവിടെ ഇല്ല, 2 കുട്ടികളുടെ, അതായത് മൂത്ത മോന്റെയും ഇളയ മോന്റെയും. അങ്ങനെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ലേഡികൾ മൂത്ത മോനെയും കൊണ്ട് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയാണ്, ഇവനാണെങ്കിൽ കടൽ തീരത്ത് നിൽക്കുമായിരുന്നു, ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയോണ്ട് അവർ രക്ഷപ്പെട്ട്, ഇല്ലായിരുന്നു ഈ കടലെടുത്തോണ്ട് പോയനും. ഈ കാറ്റത്തൊക്കെ ആരെങ്കിലും കടൽ തീരത്ത് പോയി നിൽക്കുമെന്നും ആ ലേഡികൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും കുട്ടിയെ കണ്ട സമയത്ത്, മൂത്ത കുട്ടിയെ കണ്ട സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് മോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുകയാണ്. അത് മാത്രമല്ല, ഇളയ മോൻ എന്തെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ പയ്യൻ പറയുന്നതെന്ന് വെച്ചാല്, അവനാണെങ്കിൽ ഞാൻ വീട്ടിലാക്കിയിട്ടാണ് പോയത്, അവൻ വീട്ടിലുണ്ടെന്ന്. പക്ഷെ നമുക്കറിയാം ആ കുട്ടി വീട്ടിലില്ല, ഇവിടെ നിങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന്. അപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്, വേറൊന്നുമല്ല, ഹീറോയിൻ ആണെങ്കിൽ വീട്ടിൽ നിന്ന് പെട്ടെന്നിറങ്ങി ഓടിപ്പോയില്ലായിരുന്നു മോൾക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് കേട്ടപ്പം. ആ സമയം തന്നെ മൂത്ത ആൺകുട്ടിയും ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു പിറകെ. അതിന്റെ പിറകെ തന്നെ ഈ ഇളയ കുട്ടിയും ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിലുള്ള എല്ലാവരും ഇറങ്ങി 2 വഴിക്ക് പോയിട്ടുണ്ട്. അത് നമ്മളെ ഫ്ലാഷ് ബാക്ക് ആയിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ആ കടൽ തീരത്ത് നിന്ന് മതിൽ കെട്ടുകയാണ്, വേറൊന്നിനുമല്ല, കടൽ കയറി വരുന്ന സമയത്ത് വെള്ളം അടിച്ച് ഈ ഐലൻഡിലോട്ട് വരാതിരിക്കണം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മതില് റെസിസ്റ്റൻസ് ആയിട്ട് കെട്ടി നിർത്തുകയാണ്, വെള്ളം വരാതിരിക്കാനായിട്ട്. ആ സമയമാണ് ആരോ വന്ന് അവനെ വിളിക്കുന്നത്. എന്നിട്ട് കാര്യം പറയാണ്, ഇത് കണക്ക് കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഈ കുട്ടീനെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. ഗ്രാമത്തിലുള്ള എല്ലാവരും അത്രയും മനുഷ്യത്വമുള്ള ആൾക്കാരാണ് ആ ഗ്രാമത്തിലുള്ള. ഈ സീനൊക്കെ കാണുമ്പോൾ അത്രയും മനുഷ്യത്വം നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവര് വാടകയ്ക്ക് താമസിച്ച ആ വീട്ടിന്റെ ഓണേഴ്സ് ഇല്ലേ, ആ മുത്തശ്ശനും മുത്തശ്ശിയും, അവർക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് പോലും അവരാണെങ്കിൽ ആ കുട്ടീനെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഹീറോയിൻ ആണെങ്കിൽ അവിടെ ഇവിടെ തപ്പി നടക്കുന്ന നേരത്ത് ഒരു വാൻ വന്ന് അവളുടെ ഫ്രണ്ടിൽ നിർത്തുകയെന്ന്. അതിൽ നിന്നൊരു ലേഡി ഇറങ്ങി വന്നിട്ട് പറയാണ്, ഒരു കാര്യം പറയാനുണ്ട്, നീ വിഷമിക്കല്ലേ, നിന്റെ മോനെ ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അടുത്ത സീനില് ഒരു കാര്യം കാണിക്കുകയാണ്, അതായത് ഹീറോയിൻ ആണെങ്കിൽ ഇളയ കുട്ടീനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ ഇരുന്ന് കരയുകയാണ്. എന്നാലും നമ്മൾ ആ കുട്ടീനെ കാണിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ആ കുട്ടിക്ക് ജീവനില്ല കേട്ടോ. ഈ സത്യം ഹീറോയിന് ഇതുവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവൾ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, കുട്ടീനെ ഡോക്ടറിനെ കാണിക്കണം, ഡോക്ടർ എപ്പം വരും എന്നൊക്കെ മുറുപുറത്തുകൊണ്ട് ഒരു അരപ്രാന്ത് പോലെ അവൾ ഇരിക്കുകയാണ്. കാരണം അവളുടെ മോളാണ്, അവൾക്ക് അതിന്റെ വിഷമം അറിയത്തുള്ളൂ. ആ കാരണങ്ങളൊക്കെ കാരണം അവൾക്ക് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയില്ല കുട്ടി മരിച്ചു പോയെന്നുള്ള കാര്യം. ചുറ്റും കുറെ ആൾക്കാരൊക്കെ കൂടി നിൽപ്പുണ്ട്, അവരെല്ലാരും ഇത് കാണുന്നുണ്ട്.
എല്ലാരും കരയുകയാണ്. അവർക്ക് എല്ലാവർക്കും മനസ്സിലായി കുട്ടി മരിച്ചുപോയി. എന്നാൽ ഹീറോയിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന്. ഇതേ നേരം തന്നെ ഒരു വാനിൽ ഹീറോ അങ്ങോട്ട് വന്ന് ഇറങ്ങുകയാണ്. ഹീറോ നോക്കുന്ന സമയത്ത് ഹീറോയിൻക്ക് മനസ്സിലായി കുട്ടി മരിച്ചു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവൻ താഴെ ഇരിക്കുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നാൽ ഹീറോയിന് കരച്ചിലൊന്നും വരുന്നില്ല, കാരണം അവക്ക് മനസ്സിലായില്ല കുട്ടി മരിച്ചു എന്നുള്ള കാര്യം. അവക്കാണെങ്കിൽ ആകെ എന്താ പറയാ, ചിന്തിക്കാനുള്ള ബോധമൊക്കെ പോയി, കാരണം കുട്ടി അങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ അവിടെ പൊട്ടി പൊട്ടി കരയാണ്. അവന് കാര്യം മനസ്സിലായി. മരണത്തിന് ശേഷം കുട്ടീന്റെ മൃതദേഹമൊക്കെ അടക്കിയതിന് ശേഷം ഹീറോയിൻ ആണെങ്കിൽ അവളുടെ വീട്ടിൽ വന്നേക്കാണ്. വെള്ള ഡ്രസ്സൊക്കെയാണ് ധരിച്ചേക്കുന്നത്. ആ സമയം അവള് വീട്ടിൽ കയറുമ്പോൾ ചിന്തിക്കുന്നുണ്ട്, എന്റെ മോൻ എന്നോടൊന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞായിരുന്നു, എന്നിട്ട് എന്നെ കൊണ്ട് കെട്ടിപ്പിടിക്കാൻ പറ്റിയില്ല, ഞാൻ എന്തൊരു അമ്മയാണാവോ. അതും പറഞ്ഞിട്ട് അവൾ അവിടെ പൊട്ടി പൊട്ടി കരയാണ് മനസ്സിൽ ചിന്തിച്ചിട്ട്. അടുത്ത ദിവസം ഹീറോയിന്റെ അമ്മായിയമ്മ കുറച്ച് ഡ്രസ്സും പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ കെട്ടി പൊതിയാണ് അവർക്ക് വീട്ടിൽ പോകാനായിട്ട്. ആ സമയം അമ്മായിയമ്മ പറയുന്നുണ്ട്, ഇനി നീ വിഷമിച്ചിരിക്കാൻ പാടില്ല, നിനക്ക് ഇനി 2 മക്കളോടുണ്ട്, അവരുടെ കാര്യം നോക്കണം, അവരെ പട്ടിണിക്ക് ഇടാൻ പാടില്ല, ആ ഒരു കുട്ടിയുടെ കാര്യം മാത്രം നോക്കിയിട്ട് ഇരിക്കാൻ പാടില്ല, നിങ്ങൾ ഒരിക്കലും ക്ഷീണിക്കാനും പാടില്ല, ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും വളർത്തി വലുതാക്കണം, പിന്നെ പോകെ പോകെ നിന്റെ വിഷമങ്ങളെല്ലാം മാറും, അതുകൊണ്ട് തന്നെ നീ ഇതോ ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കാൻ പാടില്ല. ഇതും പറഞ്ഞ് അമ്മായിയമ്മ വീട്ടിൽ പോവുകയാണ്. കാരണം എത്ര ദിവസം എന്ന് വെച്ചിട്ടാ അവർക്ക് മരണ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നത്. എന്തായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് ഹീറോയിൻ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഹീറോയിൻ ഒരു സ്വപ്നം കാണുന്നുണ്ട്. വേറൊന്നുമല്ല, കുട്ടിക്കാലത്ത് ഹീറോയിന്റെ അടുത്ത് ഹീറോയിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ്. അന്ന് ഹീറോയിന്റെ അമ്മ മരിക്കണേന് മുമ്പ് ഹീറോയിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ, ഫുഡൊക്കെ വേവിച്ചു കൊടുത്തിട്ട്. ആ സമയം അവളുടെ കയ്യിൽ മൈലാഞ്ചി വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മ പറയുന്നുണ്ട്, ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും, അതുപോലെ തന്നെ പല ആൾക്കാരും വരും, നമ്മളെ വേദനിപ്പിക്കും, അതൊന്നും നീ കാര്യമാക്കാൻ പാടില്ല, വീണ്ടും നീ ഉയർത്തെഴുന്നേൽക്കണം. എന്നെ തന്നെ കണ്ടോ നീ, ഞാനാണെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കടലിന്റെ അടിയിൽ പോയിട്ട് മുത്ത് പറക്കിയിട്ടാണ് ജീവിക്കുന്നത്. പലതവണ എന്റെ കൈ അവിടുത്തെ പാറയിലൊക്കെ കുരുങ്ങിയിട്ടുണ്ട്, എനിക്ക് മണ്ടയിലോട്ട് പൊങ്ങി വരാൻ പറ്റാതായിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് മക്കളുള്ള ചിന്തയുള്ളതുകൊണ്ട് ഞാൻ മണ്ടയിലോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പൊങ്ങി വരും എന്റെ മക്കളെ നോക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നീയും അങ്ങനെ ആയിരിക്കണം. നിനക്ക് വലുതാവുന്ന സമയത്ത് എന്തായാലും കുട്ടികളൊക്കെ കാണും, ആ സമയം നീ അവർക്ക് വേണ്ടിയെങ്കിലും നന്നായിട്ട് ജീവിക്കണം. ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. ഹീറോയിൻ എഴുന്നേറ്റതിന് ശേഷം നേരെ പുറത്തു വരികയാണ്. പുറത്തു വന്ന് നോക്കുന്ന സമയത്ത് മൂത്ത കുട്ടിയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് എന്തോ വേവിക്കുകയാണ് കേട്ടോ, സ്പൂണിലിട്ട്. ശർക്കര പാനീയം വല്ലതും ആയിരിക്കണം, അതിരുന്ന് വേവിക്കുകയാണ്. അത് കണ്ട ഹീറോയിൻ ആണെങ്കിൽ അവന്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, നീ അമ്മയടുത്ത് മിണ്ടത്തില്ല, നീ എന്താ അമ്മയടുത്ത് മിണ്ടാത്തത്, നീ എന്റെ അടുത്ത് സംസാരിക്കാത്ത. ഇതൊക്കെ പറയുന്ന നേരത്തും ബാക്കി 2 കുട്ടികൾ, അതായത് അയൽപക്കത്തുള്ള കുട്ടികളായിരിക്കും, അവരാണെങ്കിൽ സൈഡിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ കേട്ടോണ്ട് അവരും കുട്ടികളാണ്, ഇത് മനസ്സിലാക്കാനുള്ള ആ ബുദ്ധിയൊന്നും അവർക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇതിനുശേഷം ഹീറോയെ കാണിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ വീട്ടിന്റെ അകത്ത് വിഷമിച്ച് കിടക്കുകയാണ്. ആ സമയം അവൻ അവിടെ ഒരു ബാഗ് കാണുന്നുണ്ട്. അടുത്ത സീനില് ഹീറോയിന്റെ മോളാണെങ്കിൽ വീട്ടിലോട്ട് എന്തോ കഴിക്കുന്ന സാധനങ്ങളുമായിട്ട് നടന്നു വരികയാണ്. വരുന്ന സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട്, അതായത് ആ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് അവരെന്താണോ വേവിച്ചത് അത് കൈ വാങ്ങിച്ചിട്ട് വേവിക്കുകയാണ് അവർക്ക് കൊടുക്കാനായിട്ട്. ഇതിനുശേഷം വീണ്ടും ഹീറോനെ കാണിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ആ ബാഗ് എടുത്ത് നോക്കുകയാണ് കേട്ടോ. അത് വേറെ ആരുടെ ബാഗും അല്ല, അത് മോളുടെ ബാഗാണ്. മോളുടെ ബാഗ് തുറന്ന് നോക്കുന്ന സമയത്ത് അതിനകത്ത് ആൻസർ പേപ്പർ ഉണ്ട്, അവൾ എഴുതിയ എക്സാമിന്റെ റിസൾട്ടിന്റെ പേപ്പർ എല്ലാം ഉണ്ട്. നോക്കുന്ന സമയത്ത് അവൾ എഴുതിയ എല്ലാത്തിനും നല്ല മാർക്കുണ്ട്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ഇത് ഹീറോ കാണുന്നുണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് തന്നെ ഫീസ് അടയ്ക്കുന്നതിന്റെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഈ മാസത്തെ ഫീസ് അവരടച്ചിട്ടില്ല, അതും അവൻ കാണുന്നുണ്ട്. ഹീറോ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മോൾ അങ്ങോട്ട് കയറി വരികയാണ്. അവളുടെ കയ്യിൽ എന്തോ ഒരു തുണിയുണ്ട്, ആ തുണി കൊണ്ടുവന്നിട്ട് ആ ബാഗ് തുടയ്ക്കുകയാണ്. ആ സമയം ഹീറോ അവളെ പേര് വിളിക്കുകയാണ്, അതായത് സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് അവൾ കരയുകയാണ്, അതായത് മോൾ. ഇതിനുശേഷം വീണ്ടും ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിനും മോനും ഇരുന്ന് സംസാരിക്കുകയാണ്. അത് മാത്രമല്ല, ഫുഡ് കുക്ക് ചെയ്യാണ് അവന് കൊടുക്കാനായിട്ട്. ആ സമയം ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ എൻ്റെ അടുത്ത് മിണ്ടാത്ത, നിനക്ക് എന്നോട് പിണക്കാണോ, അതോ നിന്റെ ബ്രദർ നഷ്ടപ്പെടാൻ കാരണം ഞാനായോണ്ട് നിനക്ക് എന്നോട് ദേഷ്യമാണോ എന്നൊക്കെ ഹീറോയിൻ ചോദിക്കുകയാണ്. എന്നാൽ ആ കുട്ടി മറുപടി പറയാണ്, അങ്ങനല്ല അമ്മ, ഞാൻ എൻ്റെ അനിയനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയോണ്ടാണ് അവൻ മരിച്ചു പോയത്, ഇല്ലായിരുന്നെങ്കിൽ അവൻ ഇന്നും ജീവനോടെ കാണണ്ടേയായിരുന്നു, ഇതെല്ലാം എന്റെ തെറ്റാ. ഇതിനുശേഷം ഹീറോനെ കാണിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ മോൾ എന്തിനാ കരയുന്നെന്ന് ചോദിക്കുകയാണ്. അപ്പൊ മോള് മറുപടി പറയാണ്, ഞാൻ ആ കാറ്റത്തും മഴയത്തും സൈക്കിൾ ഓട്ടാൻ പാടില്ലായിരുന്നു, അന്ന് ഞാൻ പോവാൻ പാടില്ലായിരുന്നു, അങ്ങനെ പോയോണ്ട് തന്നെയാണ് അമ്മ എന്നെ തിരക്കി വന്നത്, അത് മാത്രമല്ല കുട്ടികൾ ഇവിടെ ഒറ്റയ്ക്കായതും അതുകൊണ്ട് മാത്രമാണ് എന്റെ അനിയൻ എനിക്ക് നഷ്ടപ്പെട്ടത്, ഇതിനെല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ മോനെയും കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ 2 കുട്ടികൾക്കും അകത്തൊരു കുറ്റബോധമുണ്ട്, വേറൊന്നുമല്ല, അനിയൻ മരിക്കാൻ കാരണം എവരാണോ എന്നുള്ളൊരു കുറ്റബോധം. അങ്ങനെ 3 ദിവസത്തിന് ശേഷം ഹീറോ പണിക്ക് പോകാൻ ഒരുങ്ങാണ്. വേറൊന്നുമല്ല, അവര് പണിക്ക് പോകാതിരുന്നാൽ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഹീറോ ആണെങ്കിൽ പണിക്ക് പോകാൻ ഒരുങ്ങാണ്. ആ സമയം മോളോട് പറയുന്നുണ്ട്, നിന്റെ സ്കൂളിൽ പറ 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഫീസ് അടച്ചോളാം. അതായത് ഈ കുട്ടിയുടെ ഫീസ് അടച്ചിട്ടില്ല ഈ മാസത്തെ, അതുകൊണ്ട് തന്നെ ഒരു 3 ദിവസം കൂടെ ചോദിക്കുകയാണ് എക്സ്ട്രാ, അത് കഴിഞ്ഞിട്ട് അടയ്ക്കാന്നാണ് ഹീറോ പറയുന്നത്. അങ്ങനെ പോകാൻ ഇറങ്ങുന്ന സമയത്ത് മോനെ കാണുന്നുണ്ട്. മോൻ പറയുകയാണ്, പോയിട്ട് വരുമ്പോൾ ഒരുപാട് മീൻ കൊണ്ടുവരണേന്ന്. ഇതിനുശേഷം ഹീറോയിനെ കാണുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ വീട്ടിൽ നിൽക്കുകയല്ലേ, ആ
ആ സമയം അവള് ഫുഡ് എടുക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു മുട്ടായി പ്ലേറ്റിൽ എടുത്ത് വെക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ആ മുട്ടായി തട്ടിയിട്ട സമയത്താണ് മോന് ഹീറോയിൻ വഴക്ക് പറഞ്ഞത്. അതിന്റെ ഒരു കുറ്റബോധം ഹീറോയിനുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് മുട്ടായി വേറൊരു പ്ലേറ്റിൽ എടുത്ത് വെക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ആവുകയാണ്. ആ ദിവസം ഹീറോയിൻ ആണെങ്കിൽ ചന്തയിൽ വന്നിട്ട് മീൻ വിൽക്കുകയാണ്. അവരൊക്കെ ഇപ്പൊ മീൻ വിൽക്കുന്ന ഒരു ഫാമിലി ആയിട്ടുണ്ട്. അങ്ങനെ മീൻ വിൽക്കുന്ന സമയത്ത് കുറച്ച് ലേഡികൾ, അതായത് നമ്മളെപ്പോഴും കാണുന്ന ഒരു 3 ലേഡികളുണ്ടല്ലോ, അവർ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അവര് ഹീറോയിനെ പറ്റി പറയുകയാണ്. ഹീറോയിന് അവളുടെ അച്ഛനെ നഷ്ടപ്പെട്ട്, അവളുടെ അമ്മേനെ നഷ്ടപ്പെട്ട്, ഇപ്പൊ ഇതാ അവളുടെ മോനെ നഷ്ടപ്പെട്ട്, എല്ലാം ഈ കടലാണ് അവളുടെ നിന്ന് എടുത്തോണ്ട് പോയത്. അത് മാത്രമല്ല, ഇപ്പോഴും അവൾ ആ കടലിൽ നിന്നാണ് ജീവിതമാർഗം കണ്ടെത്തുന്നത്. അപ്പൊ അവളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. അങ്ങനെ ഓരോ സ്ത്രീകളും അവരെ പറ്റി ദയ തോന്നുന്ന വർത്തമാനങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ പറ്റി പാവം തോന്നൂലേ, അപ്പൊ പറയുന്ന വർത്തമാനങ്ങളാ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹീറോയിൻ ആണെങ്കിൽ നല്ല വിഷമമുണ്ട്. എന്നിട്ടും അവള് കച്ചവടത്തിന് വന്നേക്കാണ്. കാരണം അവർക്ക് വേറെ വഴിയില്ല ജീവിക്കാൻ. മീൻ വിറ്റാലേ അവർക്ക് പൈസ കിട്ടത്തുള്ളൂ, ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതേ നേരം തന്നെ ഹീറോ അങ്ങോട്ട് വരികയാണ്. ഹീറോ വന്നിട്ട് ഹീറോയിനോട് ചോദിക്കുകയാണ്, ഇന്നത്തെ കണവയെല്ലാം നീ വിറ്റ് തീർത്തോ? നമുക്ക് മോളുടെ ഫീസ് അടയ്ക്കണം. ഇന്നത്തെ ഇത് വിറ്റ് തീർത്തിട്ടുണ്ടെങ്കിൽ അവക്കൊരു ബാഗ് വാങ്ങാൻ പറ്റുമല്ലോ. അതായത് മോൾക്കാണെങ്കിൽ സ്കൂള് തുറക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ബാഗൊക്കെ വാങ്ങണമെങ്കിൽ നല്ല പൈസയാവും. അപ്പം ഈ കണവ വിറ്റിട്ട് വേണം പൈസ കൊടുക്കാൻ. അപ്പം മീൻ പിടിക്കാൻ പോയില്ലേ, അത് വിറ്റിട്ട് വേണം പൈസ ഉണ്ടാക്കാൻ. അതാണ് ഹീറോ ഹീറോയിനോട് പറയുന്നത്. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ആ പൈസ എടുത്ത് കാണിക്കുകയാണ്. അവള് ഇന്ന് 1000 വോൺ സമ്പാദിച്ചിട്ടുണ്ട് മീൻ വിറ്റിട്ട്. അത് ഹീറോയെ എടുത്ത് കാണിക്കുകയാണ്. ഇതിനുശേഷം അവരെല്ലാരും കൂടെ തിരിച്ച് നടന്ന് വീട്ടിലോട്ട് പോവുകയാണ്. ആ സമയം 2 കുട്ടികൾ മുമ്പേ നടക്കുന്നുണ്ട്. അതുപോലെ ഹീറോയിനും ബാക്കേ നടക്കുന്നുണ്ട്. അവർ നടന്നു പോകുന്ന സമയത്ത് തന്നെ ഹീറോ ഹീറോയിനോട് പറയുന്നുണ്ട്, എപ്പോഴും ഇങ്ങനെ വിഷമപ്പെട്ടിരിക്കാൻ പാടില്ല, അതുപോലെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് കരയാനും പാടില്ല. ഇതൊക്കെ അവർ കാണുമെങ്കിൽ അവരുടെ ഭാവിനെ ആയിരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിലും ഇത് പ്രകടമായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വിഷമിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ ഹീറോയിൻ പറയുകയാണ്, ഇതെല്ലാം എന്റെ തെറ്റാണ്, ഞാൻ കാരണമാണ് എന്റെ ഇളയ കുട്ടി മരിച്ചു പോയത്, ഞാനൊന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവള് അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയാണ്. ഇത് കാണുന്ന ഹീറോ അവളെ ചെന്ന് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിക്കുകയാണ്. കരയണ്ട, ഇതൊന്നും നിന്റെ തെറ്റല്ല, ഇതെല്ലാം ഡ്രാഗൺ കിങ്ങിന്റെയും അവിടുത്തെ ദൈവത്തിന്റെയും പ്രശ്നമാണ്, മനുഷ്യരെ അല്ല കുറ്റം പറയേണ്ട, ഇത്രയധികം ക്രൂരത ചെയ്യുന്ന ദൈവത്തിനെയാണ് കുറ്റം പറയേണ്ടതെന്ന്. ഇതിനുശേഷം പ്രസന്റ് ആണ് കാണിക്കുന്നത് ഇപ്പൊ നടക്കുന്ന കാര്യം. ഹീറോയിനും മോളും കൂടെ ഹോസ്പിറ്റലിൽ വന്നേക്കാണ് ഹീറോയെ കാണിക്കാനായിട്ട്. അവന് മുട്ടുവേദന വന്നിട്ടുണ്ട്, അത് കാണിക്കാനായിട്ട്. ആ സമയം മോള് ബാക്കി കഥ പറയാൻ പറയുന്നുണ്ട്. അതായത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ഈ കഥകളായിരുന്നു. കുട്ടികൾ മരിച്ചില്ലേ, ആ കഥയായിരുന്നു ഹീറോയിൻ മോളടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹീറോയിൻ പറയുന്നുണ്ട്, എന്റെ ഇളയ കുട്ടി മരിച്ചതിന് ശേഷം നിന്റെ അച്ഛന് നല്ല വിഷമായിട്ടുണ്ട്. അവൻ വിചാരിച്ചിരുന്നത് ഇതെല്ലാം അവന്റെ തെറ്റെന്നാണെന്നാണ്. കാരണം വേറൊന്നുമല്ല, അവൻ എന്നാ മതില് കെട്ടാൻ പോവാതിരുന്നിരുന്നെങ്കിൽ ഇന്നും ആ കുട്ടി ജീവനോടെ കണ്ടേനെ എന്നൊരു ചിന്ത അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ആ കുറ്റബോധമുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കാണെങ്കിൽ അത് തീരാത്തൊരു വിഷമായി തീരുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുന്ന മോള് ചോദിക്കുകയാണ്, അമ്മയും അച്ഛനും പിന്നെ എങ്ങനെയാണ് ഈ വിഷമത്തിൽ നിന്ന് കര കയറിയത്? ഇതിന് ഉത്തരമായിട്ട് ഹീറോയിൻ പറയുകയാണ്, നമുക്ക് ഇനിയും ജീവനോടുള്ള 2 മക്കളുണ്ടായിരുന്നു. അവരുടെ കണ്ണിൽ നോക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വിഷമിച്ചിരിക്കാനൊന്നും പറ്റില്ല. അവർക്ക് ഫുഡ് കൊടുക്കുക, അവരെ വളർത്തുക, അവരെ വളർത്തി വലിയ നിലയിലെത്തിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനുശേഷം വേറൊരു ഓഫീസാണ് കാണിക്കുന്നത്. പഴയ കാലമാണ് കേട്ടോ. ഹീറോ ആണെങ്കിൽ ആ ഓഫീസിൽ വന്നേക്കുകയാണ്. എന്നിട്ട് ഇളയ കുട്ടിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിനായിട്ട് ഒപ്പിടാനായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ ഒപ്പിടാനൊന്നും അവനെ കൊണ്ട് പറ്റുന്നില്ല. അവന്റെ കൈയൊക്കെ ആണെങ്കിൽ വിറക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെ ഒപ്പൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയാണ്. ഇത് കാണുന്ന ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഒരു കുട്ടി മരിച്ച അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം അവനുണ്ട്. ചുറ്റുള്ള ആൾക്കാരെ ഒന്നും ശ്രദ്ധിക്കാതെ അവൻ അവിടെ വിട്ടിരുന്ന് കരയാണ്, പൊട്ടി പൊട്ടി കരയാണ്. അവന്റെ വിഷമങ്ങളെല്ലാം അവിടെ കരഞ്ഞു തീർക്കുകയാണ്. ഇതിനുശേഷം വീടാണ് കാണിക്കുന്നത്. ഹീറോയിൻ ആ വീട്ടിൽ നിന്ന് വീണ്ടും തുണി പറക്കുകയാണ്. ആ സമയം മോനാണെങ്കിൽ അവിടെ ഇരുന്ന് എന്തോ ഒരു സാധനം വേവിക്കുന്നുണ്ട് കേട്ടോ. അവൻ ആദ്യം വേവിച്ച എന്തോ ഒരു സാധനമാണ്, അത് വീണ്ടും വേവിക്കുന്നുണ്ട്. അപ്പം ഹീറോയിൻ പറയുന്നുണ്ട്, നിനക്ക് എപ്പോഴും അത് കഴിച്ച് ജീവിക്കാൻ പറ്റില്ല, വേറെ ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാന്ന്. അങ്ങനെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലോട്ട് കയറി ചെല്ലാണ്. കയറി ചെല്ലുന്ന സമയത്താണ് അവള് ഞെട്ടുന്നത്. വേറൊന്നുമല്ല, അടുക്കളയിലാണെങ്കിൽ ഫുള്ള് ഫുഡ് കൊണ്ട് നിറഞ്ഞേക്കാണ്. മീനും പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ ഹീറോയിൻ അറിയില്ല, ഹീറോയിൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അവര് വാങ്ങിച്ചുകൊണ്ട് വന്ന ഫുഡ് ഐറ്റംസ് ഒന്നും അല്ല, ഇവിടെ ആരോ കൊണ്ടുവച്ച ഫുഡ് ഐറ്റംസ് ആണ്. ഇതിനുശേഷം ആ വീടാണ് കാണിക്കുന്നത്, ആ വീട്ടിന്റെ പുറം ഭാഗം. ആ സമയം അവിടുത്തെ അടുപ്പിൽ നിന്ന് പുക വരുന്നുണ്ട്. എന്ന് വെച്ചാല് അവര് ഫുഡ് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പുറത്ത് നിന്നിട്ട് ആ വാടക വീടിന്റെ ഓണേഴ്സ് ഇല്ലേ, മുത്തശ്ശനും മുത്തശ്ശിയും, അവര് നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അവരാണ് കേട്ടോ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചത്. അവർക്ക് അത്യാവശ്യം മനുഷ്യത്തുള്ള ആൾക്കാരാണ്. ആ സമയം ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് മുട്ടയുണ്ട്. ആ മുട്ട അപ്പൂപ്പനെ എടുത്തോണ്ട് പോകാൻ നിൽക്കുന്ന നേരം മുത്തശ്ശിയാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ഇത്രയും സിമ്പതി അവരോട് കാണിക്കുകയാണെങ്കിൽ അവര് നമ്മുടെ ഇതൊന്നും വാങ്ങില്ല, അവർക്ക് എന്തോ പോലെ തോന്നും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഇത് കൊണ്ടു കൊടുക്കണ്ടെന്ന്. എന്നാലും മുത്തശ്ശൻ പറയാണ്, ഇത് എന്റെ കോഴി ആദ്യമായിട്ട് ഇട്ട മുട്ടയാണ്, ഇത് അവർക്ക് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ മുട്ടയും പിന്നെ പ്ലേറ്റിനകത്ത് കുറച്ച് മുട്ടായും കൂടെ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് കൊടുക്കാനായിട്ട്. ഇതിനുശേഷം പഴയ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ആ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ആ സമയത്തുള്ള ഫ്ലാഷ് ബാക്ക്. ഹീറോയിൻ മുത്തശ്ശിയുടെ ഒന്ന് അരി ചോദിച്ചില്ലായിരുന്നു. അതിനുശേഷം ഓരോ രാത്രിയും അവളുടെ അരി വെക്കുന്ന ആ കലയില്ലേ, അതിനകത്ത്
സമയത്ത് ഇങ്ങനെ പതിയെ പതിയെ കുറച്ച് അരി കൂടാറുണ്ട്. ആദ്യമൊന്നും ഹീറോയിൻ ഇത് ശ്രദ്ധിച്ചില്ലേലും പിന്നെ അവൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തും മുത്തശ്ശന്റെ അടുത്തും വന്ന് ചോദിക്കുകയാണ്, ഈ അരിക്കലത്തിൽ എങ്ങനെയാണ് ഇത്രയും അരി വരുന്നത്? ഇതെന്താ മാജിക് ജാറാണോ? നിങ്ങൾ എന്നെ പൊട്ടിയേക്കാൻ നോക്കുകയാണോ? എനിക്കറിയാം മുത്തശ്ശി, നിങ്ങളാണ് അതിനകത്ത് കൊണ്ടുവന്ന അരി ഇടുന്നതെന്ന്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നമുക്ക് വേണ്ടിയുള്ള അരി വാങ്ങിച്ചോളാം. എന്നാൽ മുത്തശ്ശി പറയാണ്, അങ്ങനെയൊന്നും പറ്റത്തില്ല. ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ പട്ടിണി കിടക്കുന്ന കാണാനുള്ള മനസ്സ് ഞങ്ങൾക്കാർക്കും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അരി കൊണ്ടുവന്നിടുന്നതെന്ന്. അതായത് ഹീറോയിനൊക്കെ ഉറങ്ങിയതിനു ശേഷം ഈ മുത്തശ്ശിയാണെങ്കിൽ രാത്രി കുറച്ച് അരി കൊണ്ടുവന്ന് ആ കലത്തിലിടും, ഇവർ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം വേറൊന്നുമല്ല, ആ സമയം ഹീറോയ്ക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. അന്ന് പ്രശ്നമായതിനു ശേഷം ആരും ജോലി കൊടുത്തില്ലല്ലോ. ആ സമയത്താണ് മുത്തശ്ശനും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അവർക്ക് അങ്ങനെ ജോലിയൊന്നും ഇല്ലാതെ കിടക്കുന്ന സമയത്ത് ആ കടലിൽ കുറച്ച് സ്ത്രീകളില്ലായിരുന്നു, അവരെല്ലാരും കൂടെ അവർ പിടിക്കുന്നതിൽ കുറച്ച് മീന് അവര് മാറ്റി വെക്കും ഹീറോയ്ക്കും ഹീറോയിനും വേണ്ടിയിട്ട്, ജോലി ഇല്ലാതെ കിടക്കുന്നുണ്ട്. അതും നമ്മളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് അന്നത്തെ 3 മാസത്തെ വാടക അടച്ചത് വേറെ ആരുമല്ല, ഹീറോയിന്റെ രണ്ടാനമ്മയാണ് കേട്ടോ. രണ്ടാനമ്മയും അത്യാവശ്യം മനുഷ്യത്വമുള്ള സ്ത്രീയാണ്. ഈ ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടിക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത്? അതുകൊണ്ട് തന്നെ ആ ഒരു ദയ വെച്ചിട്ട് അവര് കൊണ്ടുവന്ന് പൈസ അടച്ചിട്ടുണ്ട് 3 മാസത്തെ. അപ്പൂപ്പൻ്റെയിലാണ് പൈസ കൊടുത്തത്. പൈസ കൊടുക്കുന്ന സമയം രണ്ടാനമ്മ അവരുടെ പേര് പറഞ്ഞിട്ടില്ല, പേര് മാറ്റിയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഹീറോയ്ക്കും ഹീറോയിനും അത് കണ്ടുപിടിക്കാനും പറ്റാഞ്ഞത്. ഇതിനുശേഷം രണ്ടാനമ്മയാണെങ്കിൽ വണ്ടി കയറി രണ്ടാനച്ഛന്റെ കൂടെ നഗരത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ ആ കുട്ടിയുടെ കോളേജ് ഫീസ് നോക്കണമായിരുന്നെന്ന്. അന്നത്തെ ദേഷ്യത്തിൽ രണ്ടാനമ്മ അങ്ങനെ പറഞ്ഞാണെങ്കിലും അവർക്ക് കുറ്റബോധമുണ്ട്. കാരണം കുട്ടികളെ വളർത്തി വലുതാക്കുകയാണെങ്കിൽ രണ്ടാനച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ കോളേജ് ഫീസ് അടച്ചോളാന്ന്. അങ്ങനെ ലാസ്റ്റ് രണ്ടാനച്ഛൻ സമ്മതിക്കുകയാണ്. അമ്മ സംസാരിച്ച് സമ്മതിപ്പിക്കുകയാണ്. എന്നാൽ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ കോളേജ് ഫീസ് അടയ്ക്കാന്ന്? വേറൊന്നുമല്ല, ഹീറോയിൻ ഇപ്പൊ പ്രഗ്നന്റ് ആണ്, രണ്ടാമത്തെ കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പോവാണ്. ഇനി അവൾ എങ്ങനെ കോളേജിൽ പോയി പഠിക്കും? അത് അമ്മ പറഞ്ഞ് ഈ രണ്ടാനച്ഛന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ഇനി കോളേജിൽ പോകത്തില്ല. ഇതിനുശേഷം പഴയ കാര്യം തന്നെയാണ്, എന്നാലും ഹീറോയിനും പ്രായമായിട്ടുണ്ട്. ആ സമയം അവർ ആ പഴയ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ അവരുടെ ഇപ്പോഴത്തെ മോള് ഓടി വരികയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ സ്കൂളിൽ നിന്ന് പാസ്സായി, ഇനി അടുത്തതായിട്ട് കോളേജ്. ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ നമുക്ക് ഇനിയുള്ള ബോട്ടൂടെ വെക്കാന്ന് പറയുകയാണ്. അതായത് അവർക്ക് സന്തോഷമായിട്ടുണ്ട്, ഇനി മോളെ പഠിക്കാൻ വിടാമല്ലോ, അതിന്റെ ഒരു സന്തോഷം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ ബോട്ട് വിറ്റിട്ടായിരുന്നാലും അവളെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം കോളേജിന്റെ അഡ്മിഷൻ വന്നേക്കാണ് അവരെല്ലാരും കൂടെ. ആ സമയം മോളാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ ഹീറോയിനും ആണെങ്കിൽ മോളുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ സമയം തന്നെ വേറൊരു ഫാമിലിയും കോളേജിന്റെ അഡ്മിഷന് വന്നിട്ടുണ്ട്, ഒരു പയ്യന്റെ ഫാമിലി. ആ പയ്യന്റെ അച്ഛന്റെ പേരാണ് ഈ മോൾക്കും ഉള്ളത്. അതായത് ഹീറോയിന്റെ മോളുടെ പേരാണ് ആ പയ്യന്റെ അച്ഛന്റെ പേരും. അങ്ങനെ അതും പറഞ്ഞിട്ട് അവരവിടെ കമ്പനി ആവുകയാണ്. പിന്നെ ഈ പയ്യനാണെങ്കിൽ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ആ പയ്യനെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഹീറോയിനെ കാണാനായിട്ട് ഹീറോ വന്നിട്ടുണ്ട് പഴയ വീട്ടില്. ഹീറോ മോളെ അവിടെ പഠിക്കാൻ ഏൽപ്പിച്ചേക്കില്ലേ, അവിടെ ആക്കിയൊക്കെയാണ്, നഗരത്തിൽ പഠിക്കാൻ ഏൽപ്പിച്ചേക്കാണ്. ഹീറോ വന്ന് ഹീറോയിനോട് പറയാണ്, ആ നാറി എനിക്ക് അന്നേ വിശ്വാസമില്ലായിരുന്നു, നീ ഈ ഫോട്ടോ ഒക്കെ നോക്കിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ഹീറോയിന് കൊടുക്കാണ്. ആ ഫോട്ടോയിലാണെങ്കിൽ കുറച്ചധികം ഫോട്ടോയിൽ മോളെ സൂം ചെയ്തിട്ട് മോളെ മാത്രമാണ് ഫോട്ടോ എടുത്തേക്കുന്നത്, വേറെ ആരുമല്ല, ആ പയ്യനാണ് ഫോട്ടോ എടുത്തത്. അതിൽ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി ആ പയ്യന് ഹീറോയിനോട് ഒരു ഇഷ്ടമുണ്ടെന്ന്. അത് ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആ പയ്യനെ ഓൾറെഡി ഹീറോയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ ദേഷ്യപ്പെട്ട് പറയാണ്, ആ നാറി എനിക്ക് അന്നേ അറിയായിരുന്നു, അവൻ മഹാകള്ളനാ, എന്റെ കൊച്ചിനെ അടിച്ചെടുക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഇതിനുശേഷം മോളെ കാണിക്കുകയാണ്. മോളാണെങ്കിൽ നഗരത്തിൽ ആ പയ്യനെ വളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവര് തമ്മിൽ സെറ്റായിട്ടുണ്ട്. അവരവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അതായത് ആ പയ്യന്റെ നമ്മുടെ മോളുടെ അവസാനത്തെ രാത്രിയാണെന്ന്. വേറൊന്നുമല്ല, അവൻ പട്ടാളത്തിൽ പോകാൻ പോവാണ്. കൊറിയയിൽ അങ്ങനെ ഒരു നിയമമുണ്ട്, എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു സമയമാകുമ്പോൾ പട്ടാളത്തിൽ ചേരണം. അത് ആ സർവീസിന് ശേഷം മാത്രമേ അവർക്ക് പിന്നെ ജോലിക്ക് പോകാൻ പറ്റൂ. അങ്ങനെ ഒരു നിയമമുണ്ട്, അതിന് പോകാൻ നിൽക്കുകയാണ് അവൻ. അതുകൊണ്ട് തന്നെ അവർക്ക് വിഷമമുണ്ട് പിരിയുന്നതിന്റെ. ഇതിനുശേഷം വീണ്ടും ഹീറോയിനെയും കാണിക്കുകയാണ്. അവർക്ക് പ്രായമായിട്ടുള്ള ആ സമയമാണ്. അവരാണെങ്കിൽ ആ നഗരത്തിൽ കൂടെ നടക്കുകയാണ്. അവര് മറ്റേ ഗ്രാമത്തിലുള്ള സ്ഥലമൊക്കെ വിറ്റിട്ടുണ്ട്, കുറെ ബോട്ടൊക്കെ വിറ്റില്ലേ. അങ്ങനെ അവരതുവഴി കൈ പിടിച്ചിട്ടാണ് നടന്നു പോകുന്നത്. ആ കൈ പിടിച്ച് നടന്നു പോകുന്നത് കാണുമ്പം ബസ്സിലിരുന്ന വേറൊരു കപ്പിൾസും കൈ പിടിക്കുന്നുണ്ട്. അവർ കൈ പിടിച്ച് നടന്നത് പോകുന്ന കണ്ടോണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, എന്റെ ക്യാബേജ് തോട്ടം കൂടെ വിറ്റിട്ട് വേണം ഇനി നന്നായിട്ട് ജീവിക്കാൻ, എന്നാലേ കുറെ പൈസയൊക്കെ കിട്ടത്തുള്ളൂ. എന്നാൽ ഹീറോ പറയാണ്, അവസാന കാലത്തേലും നിന്റെ കയ്യിൽ കുറച്ച് പൈസ വെച്ചേക്കണം, നിന്റെ പേരിൽ എന്തേലും വേണം, അല്ലാതെ എല്ലാം വിറ്റിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടതെന്ന്. അങ്ങനെ അവരെ കൈ പിടിച്ച് സന്തോഷത്തോടെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ സീൻ മാറുകയാണ്. അവരുടെ പഴയ കാലത്തോട്ട് വരികയാണ്. അന്ന് മീനൊക്കെ വിറ്റിട്ട് നടന്നു വന്നില്ലേ, ആ സമയത്തോട്ട് മാറുകയാണ്. കുട്ടികളുമായിട്ട് നടന്നു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.